ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഊട്ടിയിലേക്ക് യാത്ര വന്നിട്ട് ഇങ്ങനെ കുടുങ്ങുന്നത്. ഇത് വല്ലാത്തൊരു യാത്രാ അനുഭവം തന്നെയായിരുന്നു. കാര്യമെന്താണെന്ന് യാത്ര പകുതിയാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇത് നമ്മുടെ ഊട്ടിയിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ യാത്രയുടെ ആദ്യ ഭാഗം കാണാത്തവർ തീർച്ചയായും അത് കാണണം. ഫസ്റ്റ് യാത്രയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മസിനഗുഡി എന്ന് പറയുന്നത്. മസിനഗുഡി ഊട്ടി റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം മസിനഗുഡി ടൗൺ കഴിഞ്ഞ് ഏകദേശം 5 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. റോഡിന് ഇരുവശത്തായിട്ടും പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഈ റൂട്ടിലൂടെ ഏറ്റവും യാത്ര ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് ബൈക്കാണ്. വളരെ മനോഹരമായ യാത്രാ അനുഭവം തന്നെ നമുക്ക് കിട്ടും. അത്രക്കും അടിപൊളി റൂട്ടാണ് മസിനഗുഡി ഊട്ടി റോഡ്. നിങ്ങളും ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ചുറ്റിനും ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ വാഹനം നിർത്തി കാഴ്ച കാണാനുള്ള പെർമിഷൻ ഇല്ല. ഇത്തരം ഫോറസ്റ്റ് ഏരിയകളിൽ വാഹനം നിർത്തി കാഴ്ച കണ്ടാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ തീർച്ചയായും ഭീമമായ ഒരു തുക നമുക്ക് ഫൈൻ തന്നെ ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മസിനഗുഡി ഊട്ടി റൂട്ടിലുള്ള ഈ കാടെന്ന് പറയുന്നത് മുതുമല കടുവ സങ്കേതത്തിൻ്റെ ഭാഗമാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയാണിത്. ഈ തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു ജില്ലയും കൂടെയാണ് നീലഗിരി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ധാരാളം വന്യജീവികളെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽപ്പെട്ട പ്രധാന വന്യജീവികളാണ് ഒന്ന് ആന, മറ്റൊന്ന് കടുവ, അതുപോലെ തന്നെ പുള്ളിമാന്, കാട്ടുപോത്ത് എന്നിവയെ യഥേഷ്ടം നമുക്ക് ഈ യാത്രയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ധൃതി പിടിച്ചുള്ള യാത്രയാണെങ്കിൽ അതൊന്നും പെട്ടെന്ന് കാണാൻ സാധിച്ചു എന്നും വരില്ല. എങ്കിലും മാനുകളെയും കാട്ടിയെയൊക്കെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ കാടിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വലിയ മരങ്ങളൊന്നുമല്ല ഇവിടെ ചുറ്റിനും കാണാൻ സാധിക്കുന്നത്. ചെറിയ കുറ്റിച്ചെടികൾ പോലത്തെ ചെറിയ മരങ്ങളാണ് ഈ റൂട്ടിലുള്ളത്. ഒരു കണ്ടൽക്കാടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വനപ്രദേശമാണ് ഈ മസിനഗുഡി ഊട്ടി റൂട്ടിലുള്ളത്. മസിനഗുഡിയിലെ ഈ കാടെന്ന് പറയുന്നത് മുതുമലൈ നാഷണൽ പാർക്കിൻ്റെയും അതുപോലെ തന്നെ ടൈഗർ റിസർവിൻ്റെയും ഭാഗം കൂടിയാണ്. ഈ വളവ് തിരിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഈ വളവ് തിരിഞ്ഞ് നേരെ കാണുന്ന ആ ഭാഗം നമ്മളെല്ലാവരും അത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടാകും. ഒരുപാട് റീലുകളിൽ വൈറലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്നത്. ഗൂഗിൾ മാപ്പിലൊക്കെയാണ് നിങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ സിംഗൂർ പാലം എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ പാലം ബ്രിട്ടീഷ് നിർമ്മിത പാലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഏതായാലും വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ അങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ട് കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരിടമല്ല. എന്നിരുന്നാലും അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരനുഭവം അത് വല്ലാത്ത അനുഭവം തന്നെയാണ്. അങ്ങനെ കുറേ നേരത്തെ യാത്രക്കൊടുവിൽ നമ്മളിപ്പോൾ ഹെയർ പിൻ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഹെയർ പിന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുത്തനെയുള്ള കയറ്റമാണ് മുഴുവനായിട്ടുള്ളത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മസിനഗുഡിയിൽ നിന്നൊക്കെ നമ്മൾ എണ്ണ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഹെയർ പിന്ന് കയറാൻ. മസിനഗുഡി ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എണ്ണ ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡീസലും പെട്രോളൊക്കെ നമ്മൾ നേരത്തെ അടിച്ചിട്ട് വേണം, ഉറപ്പുവരുത്തി വേണം നമ്മൾ ഈ ഹെയർ പിന്ന് കയറാൻ. അതുപോലെ നിങ്ങൾ റോഡിൻ്റെ ഇടതുവശത്തൊക്കെ കാണാം വെള്ള പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. അത് രാത്രിയിലൊക്കെ വാഹനങ്ങൾ വരുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം
അത്രത്തോളം ഇടുങ്ങിയ ഒരു റോഡാണ് മസനഗുഡിയിൽ നിന്നും ഈ ഊട്ടിയിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത്. പ്രധാനമായും രാത്രിയിലൊക്കെ ഇതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ വഴിവക്കിലുള്ള ഇത്രയും പാറക്കല്ലുകളും ഉരുളൻ കല്ലുകളും അതുപോലെ ബാരിക്കേഡും ഒന്നും കാണാതെ വരും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ അപകടത്തിന് കാരണമാകും. അപ്പോൾ ഡ്രൈവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ള നിറത്തിൽ തന്നെ അത് അടിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു സംഭവമാണ് ഇത്തരം വലിയ വളവുകളിലുള്ള ഇത്തരം ബാരിക്കേഡ് എന്ന് പറയുന്നത്. ഇതിൽ വാഹനം ഇടിച്ചാൽ തന്നെ അത് തിരികെ റോട്ടിലേക്ക് തന്നെ എത്തുന്ന രീതിയിലാണ് ആ ബാരിക്കേഡ് സംവിധാനിച്ചിട്ടുള്ളത്. തമിഴ്നാട് സർക്കാർ ഇത്തരം സേഫ്റ്റി കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അങ്ങനെ കുറച്ച് മുകളിലെത്തിയ സമയത്താണ് ഇതുപോലുള്ള മനോഹരമായ ഒരു കാഴ്ച കാണുന്നത്. ഒരു ബോഗൺ വില്ല വെച്ചുകൊണ്ട് തന്നെ അടിപൊളി ഒരു ടീ ഷോപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കോടമഞ്ഞൊക്കെ മുകളിൽ അങ്ങനെ വന്ന് അടിഞ്ഞു നിൽക്കുന്നുണ്ട്. കാലാവസ്ഥയും തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് തണുപ്പ് കൂടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കുറേ നേരത്തെ ഹെയർ പിന്നുകളൊക്കെ കയറി ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറേ വീടുകളും അതുപോലെ വില്ലകളൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശാലമായ റോഡുകളും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ഒന്നുകൂടി വീതി കൂടിയിട്ടുണ്ട്. പക്ഷേ കുത്തനെയുള്ള കയറ്റമാണ് കയറേണ്ടത്. മുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം കൃത്യമായി അവിടെ കോടമഞ്ഞിങ്ങനെ പൊതച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കാണുമ്പോൾ എത്രത്തോളം കുത്തനെയുള്ള കയറ്റമാണ് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ വാഹനം വളരെ പതുക്കെ ഫസ്റ്റ് ഗിയറിലിട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കയറ്റം വലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അത്രക്കും ഡീപ്പായിട്ടുള്ള കയറ്റമാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുമ്പത്തേതിൽ നിന്ന് ഒന്നും കൂടി കാലാവസ്ഥ വ്യത്യസ്തമായിട്ടുണ്ട്. താപനിലയൊക്കെ വളരെ താന്ന് തണുപ്പ് കൂടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് തന്നെ വാഹനം പതുക്കെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ താഴെ നിന്ന് കണ്ടിരുന്ന ആ കോടമഞ്ഞ് ഒക്കെ ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അത്രത്തോളം മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഊട്ടിയോട് അടുക്കാറായപ്പോൾ തന്നെ കാലാവസ്ഥയിൽ വളരെ വലിയ മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്. കോടമഞ്ഞൊക്കെ നല്ല മൂടി പൊതച്ച് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം കൃഷിസ്ഥലമാണ്. അവിടെ ക്യാരറ്റാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മളിഞ്ഞൊരു ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. കോഫിയോ ചായ എന്തെങ്കിലും കിട്ടണം. വണ്ടിയും കുറച്ച് നേരമായി ഓടൽ തുടങ്ങി. അപ്പോൾ വണ്ടിക്ക് റെസ്റ്റ് അതുമായി. അവിടെ നല്ലൊരു എന്താ പറയുക അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊന്ന് കണ്ടുനോക്കാം. വലിയ രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇനി 4 ഹെയർ പിന്നും കൂടി ഉണ്ട്. നമ്മൾ മസനഗുഡി വഴിയാണ് വന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഇതിൽ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതന്നെ. ഒന്ന് പോയി നോക്കാൻ എന്താ അവിടെ ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു കോഫിയും അതുപോലെ ചെറിയ സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തു. നല്ല വൈബാണ് ഈ ഒരു തണുപ്പത്തിരുന്ന് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ചായ അതല്ലെങ്കിൽ കോഫിയൊക്കെ കുടിക്കാൻ. അതിൻ്റെ ഒരു സുഖവും വൈബും അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കൃഷിത്തോട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ക്യാരറ്റ് കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കൊണ്ട് ഊട്ടി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അങ്ങനെ ഊട്ടിയിലേക്ക് കടന്ന ശേഷം ഉള്ള അവസ്ഥയാണിത്. നല്ല മഴയുടെ ദിവസമാണ് ഞങ്ങളിവിടെ എത്തുന്നത്. നല്ല മനോഹരമായ ഒരു റൂട്ട് തന്നെയാണ് കേട്ടത്. ചുറ്റിനും നല്ല നിബിഡമായ വനങ്ങളൊക്കെ കാണാം. അങ്ങനെ ഊട്ടിയിലേക്ക് വന്നിട്ട് ഇതായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്. നല്ല പെരും മഴയും അതുപോലെ തന്നെ നല്ല പെരും ബ്ലോക്കും എന്ന് തന്നെ പറയാം. മണിക്കൂറുകളോളം ഈ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്.
അതിൻ്റെ കാരണം ഇതാണ്. ഊട്ടിയിലെ ഫ്ലവർ ഷോൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബ്ലോക്ക് ആയതാണ്. ഇങ്ങനെ ഒരു കുടുക്ക് കുടുങ്ങുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് കുടുങ്ങുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കുടുങ്ങലാണ്. അത് മാത്രമല്ല ഊട്ടി എത്തിയ മുതൽക്ക് തന്നെ നല്ല മഴയാണ്. അങ്ങനെ നമ്മൾ ഊട്ടി ടൗണിലെത്തി. ഭയങ്കര ബ്ലോക്കായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ 1 മണി ആയിക്കണേ ഏകദേശം സമയം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഊട്ടി ടൗണിലുള്ള തക്കാരം ഹോട്ടൽ എന്ന് പറയും. ഇവിടെ ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. അവിടെ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് നേരെ അവിടെ പോയിട്ട് ഫുഡ് അടിക്കണം. വീട്ടുകാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇൻഷാല്ലാ. പൊന്നു മക്കളെ, ബാത്റൂം പറ്റ പോക്കാണ് കേട്ടോ. ഒരു വൃത്തിയില്ല, ആകെ പൊട്ടി പൊളിഞ്ഞൊരു കഥ അയക്കണേ. ഇങ്ങനത്തെ ഒരു ബാത്റൂം ആദ്യമായിട്ടാണ്. എന്താ പറയുക, ഉപയോഗിക്കണവരെ പ്രശ്നമാണോ ഇനി മെയിൻറ്റെയിൻ ചെയ്യായിട്ടാണോ എന്താണെന്നറിയില്ല. ഏതായാലും ഒരു വിധമൊക്കെ മൂത്രമൊഴിച്ച് പോകുന്നു, ഇരിക്കാനൊന്നും പറ്റൂല. അങ്ങനത്തെ വൃത്തികേടാക്കി വെച്ചിരിക്കണം ആകെ. അപ്പോൾ ഇതാണ് ഊട്ടിയിൽ വന്നിട്ട് ഊട്ടി പൂച്ചേനെ കണ്ടില്ലാന്ന് വേണ്ട. പൂച്ച ഏയ് ഇത് വളർത്തുന്നതാന്ന് തോന്നുന്നു. നല്ല ചൊറുക്കുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ നാടൻ ചോറും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസുമാണ് ഞങ്ങൾ ഉച്ചക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് എടുത്തത്. ഫ്രൈഡ് റൈസിലേക്ക് ഞങ്ങൾ ബട്ടർ ചിക്കനാണ് എടുത്തിരുന്നത്. ചിക്കനൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ പേരിന് മാത്രമേ ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾക്ക് അവിടെ ആകെ ചിലവായത് 1092 രൂപയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തേക്ക് വന്നു. 1092 രൂപ. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്. ഫ്രൈഡ് റൈസ് വെജിനൊക്കെ 150 രൂപ, ചിക്കന് 200. അതായത് നാടൻ ചോറിനൊക്കെ നല്ല റേറ്റാണ്. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഇതൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. ഭക്ഷണം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ മാറി. നല്ല വെയിൽ, കുത്തുന്ന വെയിൽ. ഇവരെ നല്ല മഴയായിരുന്നു. പെട്ടെന്ന് കാലാവസ്ഥ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ മാറി, മഴയൊക്കെ പോയി. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് നമ്മൾ ദൊഡ്ഡാപേട്ട വ്യൂ പോയിൻ്റ് കാണാനാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഊട്ടിയിലെ തന്നെ ഹയസ്റ്റ് ഏരിയ ആയിട്ടുള്ള ദൊഡ്ഡാപേട്ട വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഊട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്കിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കിൻ്റെ ദിവസമായിരുന്നു. ഊട്ടിയിലൊക്കെ വന്നിട്ട് പലപ്പോഴായിട്ട് ഞാൻ ബ്ലോക്കിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ബ്ലോക്കിൽ കുടുങ്ങുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരുവിധമൊക്കെ ബ്ലോക്കിൽ നിന്ന് കഴിച്ചിലായി. അങ്ങനെ മുകളിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ ഏരിയയ്ക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഊട്ടി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദൊഡ്ഡാപേട്ട എന്ന് പറയുന്ന ഈ സ്ഥലം. ആ വ്യൂ പോയിൻറ്റിന് ചുറ്റും നല്ല നിബിഡ വനങ്ങളാണ്. അതുപോലെ തന്നെ മനോഹരമായ കാലാവസ്ഥയും അതുപോലെ തന്നെ മനോഹരമായ ഒരു ആംബിയൻസും കിട്ടുന്ന ഒരു ഏരിയയാണ് ദൊഡ്ഡാപേട്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തെത്താറായിട്ടുണ്ട്. അവിടത്തുള്ള ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഗൊത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിനോട് ചേർന്ന് തന്നെ മുകളിലേക്കൊരു വഴി കാണാം. അതാണ് ദൊഡ്ഡാപേട്ട വ്യൂ പോയിന്റിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഈ വ്യൂ പോയിന്റിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു റൂട്ട് തന്നെയാണ്. ചുറ്റിനും നല്ല മരങ്ങളാണുള്ളത്. പൈൻ മരങ്ങളാണ് ചുറ്റിനും കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു കുളിർമ അനുഭവപ്പെടും. അത്രയ്ക്കും നല്ല കാഴ്ചയും അനുഭവം തന്നെയായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഏകദേശം വ്യൂ പോയിന്റ് എത്താറായതോടെ തന്നെ അവിടുത്തെ കാലാവസ്ഥ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നല്ല മഴയും അതുപോലെ മൂടൽമഞ്ഞാണുള്ളത്. തൊട്ടപ്പുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള മൂടൽമഞ്ഞാണ് അവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കനത്ത മഴയും. ലൈറ്റ് ഓണാക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ അപകട സാധ്യത വളരെയേറെയാണ്.
ഇപ്പോൾ നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതാണ് അവിടുത്തെ ടോൾ എന്ന് പറയുന്നത്. വാഹനങ്ങൾക്കുള്ള ടോൾ പിരിക്കുന്ന സ്ഥലമാണിത്. ടോളിൻ്റെ തുക എന്ന് പറയുന്നത് ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. പാർക്കിംഗ് ചാർജാണ് അവർ മേടിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലൊക്കെ ടോൾ പ്ലാസ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് അടുത്ത കാലത്താണ് ഇതിങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ഇതിന് മുന്നേ ഇവിടെ വന്ന സമയത്തൊന്നും ഇതുപോലെ ടോളൊന്നും പാർക്കിങ്ങിന് പിരിച്ചിരുന്നില്ല. പുറത്തൊക്കെ കൊണ്ടുപോയി വാഹനം പാർക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അവിടെ ഗ്രൗണ്ടിൽ നിന്ന് ചില ആളുകൾ പൈസ പിരിക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അതുവരെ എത്തിയിട്ട് നിരാശ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം കനത്ത മഴ ആയതുകൊണ്ട് നമുക്കവിടെ ഇറങ്ങാനോ അവിടുത്തെ കാഴ്ചകൾ കാണാനോ സാധിച്ചില്ല. ഇങ്ങനത്തെ ഒരു മഴയത്ത് നമ്മളവിടെ ഇറങ്ങി കാഴ്ച കാണാൻ നിന്നാൽ പോലും നമുക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ കാണാൻ സാധിക്കില്ല. അത്രക്കും കനത്ത മഴ തന്നെയായിരുന്നു അന്ന് അവിടെ. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് നോക്കി മഴ മാറുമോ എന്ന്. പക്ഷേ ഒരു രക്ഷയും ഉണ്ടായില്ല. അവസാനം അവിടുന്ന് തിരികെ പോരേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇറങ്ങി ഇനി ഊട്ടിയിലെ പ്രശസ്തമായിട്ടുള്ള ടീ ഫാക്ടറി ആയിട്ടുള്ള ബെഞ്ച് മാർക്കിൻ്റെ ടീ ഫാക്ടറിയിലേക്കാണ്. അവിടെ അതിനോട് കൂടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. വളരെ മനോഹരമായ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല യാത്രാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.